ഡിയർ സ്റ്റുഡൻസ്, ഇന്നലെ നമ്മൾ കമ്പോസ്റ്റൻ ആൻഡ് ഫ്ലെയിം എന്ന പാഠത്തിലെ ഫസ്റ്റ് പാർട്ട് ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് ഇന്നലെ നമ്മൾ പഠിച്ചു. തുടർന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്. നാളത്തെ ക്ലാസ്സും കൂടിയാകുമ്പോൾ നമുക്ക് ആ പാഠം തീരും. ആ പാഠത്തിൽ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാകും. കമ്പോസ്റ്റൻ എന്താണ് എന്ന് നമ്മൾ ഇന്നലെ പഠിച്ചു. കമ്പോസ്റ്റൻ ഈസ് an intensive reaction with oxygen gives out heat. A reaction of an object with oxygen to gives out heat. That is by combustion. All the substances which can combust, that undergoes combustion, are called as combustible substances. That we have already studied. Okay. ഇനി നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്, ഒരു കമ്പോസ്റ്റൻ നടക്കണമെങ്കിൽ അതിന് നിർബന്ധമായും എന്ത് വേണം എന്ന് നമ്മൾ ആ ഡെഫിനിഷനിൽ തന്നെയുണ്ട്. എന്താ വേണ്ടത്? there is must. If there is no air, no substance can undergo intensive reaction, gives out heat. That means there is no combustion. If there is combustion, there must have oxygen. Okay, നമുക്കിനി കമ്പോസ്റ്റൻ. ഒരു പേപ്പർ നമ്മൾ വെറുതെ പിടിക്കുക, ആ പേപ്പർ കത്തുമോ? കത്തുകയും കരിയുകയും ഇല്ല. എന്നാൽ ആ പേപ്പറിൻ്റെ അടിയിൽ ഒരു വിളക്ക് കത്തിച്ച് വെച്ച് ചൂടുള്ള എയർ മുകളിലേക്ക് അടിക്കുന്ന സ്ഥലത്ത് പേപ്പർ കൊണ്ടുവച്ചാൽ പേപ്പർ ആദ്യം കരിയും, പിന്നെ പേപ്പർ കത്തും. നമ്മൾ തീ അതിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടില്ല. ഒരു സാധനം കത്താതെ ഇരിക്കുമ്പോൾ ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്താൽ കത്തും. അപ്പോൾ ഏതൊരു സാധനം നമ്മൾ ഓപ്പൺ ആയിട്ട് വെച്ചാലും ഓക്സിജൻ ആ ഒബ്ജക്റ്റുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ഓക്സിജനുമായിട്ട് റിയാക്ഷൻ നടക്കുകയും അവിടെ കമ്പോസ്റ്റൻ നടക്കുകയും വേണം. എന്നാൽ അങ്ങനെ നടക്കുന്നില്ല. അതിനൊരു കാരണമുണ്ട്. ഏത് ഒരു സാധനം കത്തണമെങ്കിലും അതിന് ഒരു ടെമ്പറേച്ചർ ആവശ്യമുണ്ട്. ദ മിനിമം ടെമ്പറേച്ചർ ഓഫ് an object to get fire is called as ignition temperature. What is mean by ignition temperature? Ignition temperature is the temperature, that's an amount of energy. അത് ഒരു എമൗണ്ട് ഓഫ് എനർജിയാണ്. അത് കിട്ടിയാൽ മാത്രമേ ഒരു സാധനത്തിന് കത്താൻ പറ്റൂ. ഇപ്പോൾ ഒരു വസ്തു കത്തണമെങ്കിൽ അതിന് ഒരു ടെമ്പറേച്ചറിൽ എത്തണം. ആ ടെമ്പറേച്ചറിന് വേണ്ടിയാണ് നമ്മൾ കത്തുന്ന വേറെ ഒരു സാധനം അതിനടുത്തോടെ കൂട്ടിമുട്ടിച്ചു കൊടുക്കുന്നത്. അപ്പം ഒരു പേപ്പറിൻ്റെ അടുത്ത് കത്തുന്ന ഒരു സാധനം കൊണ്ട് കൂട്ടിമുട്ടിച്ചാൽ പേപ്പർ കത്തും. നേരത്തെയും അവിടെ എയർ ഉണ്ടായിരുന്നു. പക്ഷേ പേപ്പർ കത്തണമെങ്കിൽ അതിന് ഒരു ടെമ്പറേച്ചറിൽ എത്തണം. That temperature is called as ignition temperature. What is mean by ignition temperature? The minimum temperature at which an object can take fire is called as ignition temperature. എല്ലാ ഒബ്ജക്റ്റിൻ്റെയും ഇഗ്നിഷൻ ടെമ്പറേച്ചർ സെയിം അല്ല. ഒരു പേപ്പറിന്റെ ഇഗ്നിഷൻ ടെമ്പറേച്ചർ കുറവാണ്. അതൊരു തീപ്പെട്ടിക്കൊള്ളി ഒത്തിച്ചാൽ കത്തിച്ചതിൻ്റെ അടുത്ത് കാണിച്ചാൽ അത് കത്തും. പക്ഷെ ഒരു വലിയ വിറക് കൊള്ളിക്ക് നമ്മൾ ഒരു തീപ്പെട്ടി വച്ചു കൊടുത്താൽ കത്തില്ല. കാരണം വിറകിന്റെ ഇഗ്നിഷൻ ടെമ്പറേച്ചർ കൂടുതലാണ്. പെട്രോളിന്റെ അടുത്ത് തീ കൊണ്ടുപോയാൽ മതി, പെട്രോൾ ചാടി പിടിക്കും. ഇഗ്നിഷൻ ടെമ്പറേച്ചർ വളരെ വളരെ കുറവാണ്. എന്നാൽ ചില സാധനങ്ങൾക്ക് ഇഗ്നിഷൻ ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചർ തന്നെയാണ്. അത് പെട്ടി തുറന്നാൽ കത്തും. എക്സാമ്പിളാണ് ഫോസ്ഫറസ്. ഫോസ്ഫറസ് ഒരു പെട്ടിക്കകത്ത് വെച്ച് പെട്ടി നമ്മൾ തുറന്നാൽ ഫോസ്ഫറസ് കത്തും. റൂം ടെമ്പറേച്ചർ ആണ് അതിൻ്റെ ഇഗ്നിഷൻ ടെമ്പറേച്ചർ. ഇപ്പം എല്ലാ ഒബ്ജക്റ്റിനും ഇഗ്നിഷൻ ടെമ്പറേച്ചർ ഒന്നല്ല, ചിലതിന് കൂടുതലാണ്. ഫ്യൂവലിനാണ് കുറവ്. ഏറ്റവും കുറവ് ഗ്യാസ് ഫ്യൂവലിനാണ്. ഓക്കെ. അപ്പോൾ പെട്രോളിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, പെട്രോൾ ഇഗ്നിഷൻ ടെമ്പറേച്ചർ കുറവാണെന്ന്. പെട്രോൾ ഗ്യാസായി തീർന്ന ഗ്യാസിനാണ്
പെട്ടെന്ന് തീ പിടിക്കുന്നത്. ഓക്കെ, ഇഗ്നീഷൻ ടെമ്പറേച്ചർ കുറവുള്ള സാധനം വളരെ പെട്ടെന്ന് തീ പിടിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഇഗ്നീഷൻ ടെമ്പറേച്ചർ വളരെ കുറഞ്ഞ പെട്ടെന്ന് തീ പിടിക്കുന്ന സാധനങ്ങളാണ് ഇൻഫ്ലേമബിൾ ഒബ്ജക്ട്സ്. പെട്രോള് കൊണ്ടുപോകുന്ന വണ്ടിയുടെ പുറത്ത് നിങ്ങൾ കാണാം ഇൻഫ്ലേമബിൾ, ഹൈലി ഇൻഫ്ലേമബിൾ എന്ന് ചുവന്ന അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടാവും. വളരെ പെട്ടെന്ന് തീ പിടിക്കുന്ന ഒബ്ജക്റ്റുകളാണിവ. ഇൻഫ്ലേമബിൾ ഒബ്ജക്ട്സ് ആർ the objects which have very low ignition temperature and catch fire freely. Okay, rapidly and freely. Ignition temperature കുറഞ്ഞ വളരെ പെട്ടെന്ന് ഫയർ ക്യാച്ച് ചെയ്യുന്ന സാധനങ്ങളാണ് ഇൻഫ്ലേമബിൾ ഒബ്ജക്ട്സ്. പെട്രോൾ, ഡീസൽ, CNG, LNG, LPG, these are all examples of inflammable objects. ഇൻഫ്ലേമബിൾ ഒബ്ജക്ട്സിന് തീ പിടിച്ചാൽ അത് വളരെ റാപ്പിഡായി കത്തും. ദിസ് റാപ്പിഡ് കമ്പസ്റ്റൻ മീൻസ് സഡൻ കമ്പസ്റ്റൻ ഓഫ് ഇൻഫ്ലേമബിൾ ഒബ്ജക്ട്സ്. ഇൻഫ്ലേമബിൾ ഒബ്ജക്ട്സ് നമ്മൾ തീ വെക്കാൻ പോയാൽ വളരെ പെട്ടെന്ന് തീ പിടിക്കും. ദാറ്റ് ഫ്രീക്വന്റ് ആൻഡ് സഡൻ കമ്പസ്റ്റൻ ഓഫ് inflammable objects are called as rapid combustion. What is meant by rapid combustion? Sudden combustion of objects having very low ignition temperature, that means inflammable objects are called as rapid combustion. Combustion of all types of gas fuels. ഇനി നമുക്ക് സ്പോണ്ടേനിയസ് കമ്പസ്റ്റൻ എന്താണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു ഇഗ്നീഷൻ ടെമ്പറേച്ചർ വളരെ കൂടിയതിനെ കത്തിക്കണമെങ്കിൽ കുറേ നേരം വേണം. അടുപ്പിൽ തീ പിടിപ്പിക്കുന്ന കാര്യം ഓർക്കുക. ഇൻഫ്ലേമബിൾ, റാപ്പിഡ് കമ്പസ്റ്റൻ ഇൻഫ്ലേമബിൾ ആണെങ്കിൽ നമ്മൾ വളരെ ചെറിയ ഒരു ടെമ്പറേച്ചർ കൊടുത്താൽ മതി, ഇഗ്നീഷൻ ടെമ്പറേച്ചറിലെത്തും, കത്തും. ആ കമ്പസ്റ്റൻ നമ്മൾ പറഞ്ഞു റാപ്പിഡ് കമ്പസ്റ്റൻ. എന്നാൽ മറ്റൊരു തരത്തിലുള്ള കമ്പസ്റ്റൻ റൂം ടെമ്പറേച്ചറിൽ തുറന്നു വെച്ചാൽ കമ്പസ്റ്റൻ നടക്കും. എക്സാമ്പിളാണ് ഫോസ്ഫറസ്. ശ്മശാനത്തിലൊക്കെ അറിയാതെ തീ പടരുന്നു എന്ന് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് നിങ്ങൾ. അതിന് കാരണം ഫോസ്ഫറസ് ആണ്. നമ്മുടെ എല്ലിൽ നിന്ന് വരുന്ന ഫോസ്ഫറസ് ആണ് ശ്മശാനത്തിൽ ദിവ്യശക്തിയുള്ള തീയൊക്കെ ഉണ്ടാവാൻ കാരണം. കാരണം അത് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കത്തും. ഫോസ്ഫറസ് ഉണ്ടായി മണ്ണിന്റെ പുറത്ത് വന്നാൽ ഇഗ്നീഷൻ ടെമ്പറേച്ചറിൽ അത് കത്താൻ തുടങ്ങും. ആരും ചെന്ന് കത്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത്തരം കമ്പോസ്റ്റ് ഇതിന് പറയുന്ന പേരാണ് സ്പോണ്ടേനിയസ് കമ്പോസ്റ്റൻ. വെരി ഗുഡ് എക്സാമ്പിൾ ഈസ് ഫോസ്ഫറസ്. ഓക്കെ, വാട്ട് ഇസ് മീൻ ബൈ സ്പോണ്ടേനിയസ് കമ്പോസ്റ്റൻ? Combustion of an object at room temperature. We cannot give any types of energy to make this combustion. ഇത് നമ്മൾ പഠിക്കേണ്ടതാണ് എക്സ്പ്ലോഷൻ. എക്സ്പ്ലോഷൻ വെരി ഗുഡ് എക്സാമ്പിൾ ആണ് ഫയർ വർക്സിന്റെ ബേണിംഗ്. വളരെ പെട്ടെന്നുള്ള ബേണിംഗ് എന്ന് മാത്രമല്ല, ഹൈ പ്രഷറും കൂടി ഉണ്ടാകും അവിടെ. ഹൈ പ്രഷറിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നടക്കുന്ന ഒരു ഫയർ ക്യാച്ചിങ് ആണ്. വളരെ നന്നായി ഓർക്കുക, ബോംബ് പൊട്ടുന്നത്, ഫയർ വർക്സ് കത്തുന്നത്, പടക്കം പൊട്ടിക്കുന്നത്, ഇതൊക്കെ എക്സ്പ്ലോഷൻ എന്ന വകുപ്പിലാണ് പെടുക. ഇപ്പം എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ ഒരു വളരെ പെട്ടെന്നുള്ള ഫയർ ക്യാച്ചിങ് ആണ്. പ്രഷർ കൂടുതലായിരിക്കും. ഓൾ ടൈപ്സ് ഓഫ് ഫയർ വർക്സ്, ഓൾ ടൈപ്സ് ഓഫ് ബോംബ്സ് ആർ എക്സാമ്പിൾസ് ഓഫ് എക്സ്പ്ലോഷൻ. ഇനി നമുക്ക് കംപ്ലീറ്റ് കമ്പസ്റ്റൻ, ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റൻ. കംപ്ലീറ്റ് കമ്പസ്റ്റൻ എന്താണ്, ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റൻ എന്താണ്, അതിന്റെ പ്രോഡക്ട്സുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കംപ്ലീറ്റ് കമ്പസ്റ്റൻ ഈസ് ദ കമ്പസ്റ്റൻ ഇൻ വിച്ച് sufficient amount of oxygen is given.
സഫീഷ്യൻ്റ് എമൗണ്ട് ഓഫ് ഓക്സിജൻ നമ്മൾ കൊടുത്തിട്ട് അവിടെ ഒരു കമ്പോസ്റ്റൻ നടത്തിയാൽ, നമ്മൾ പേപ്പർ കത്തിക്കുന്നു, ഇഷ്ടം പോലെ എയറുള്ള സ്ഥലത്ത് വെച്ച് പേപ്പർ കത്തിച്ചാൽ പേപ്പർ കംപ്ലീറ്റ് കത്തും. അതിൻ്റെ പ്രോഡക്റ്റ് ആയിട്ടുണ്ടാവുക പേപ്പറിൻ്റെ ചാരമുണ്ടാവും, ഏഷസ് ഉണ്ടാവും, സ്മോക്കും വളരെ വളരെ ചെറിയ അളവിലെ സ്മോക്ക് ഉണ്ടാവുകയുള്ളൂ. കാണാൻ മാത്രമുള്ള സ്മോക്കൊന്നും ഉണ്ടാവില്ല. കൂടെ ഹീറ്റ് ഉണ്ടാവും, ലൈറ്റ് ഉണ്ടാവും. കംപ്ലീറ്റ് കമ്പോസ്റ്റൻ ഈസ് ദ കമ്പോസ്റ്റൻ ഇൻ വിച്ച് സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് ഓക്സിജൻ ഈസ് ഗിവൺ. The byproduct are carbon dioxide, heat, light, etc. ഹീറ്റ് ഉണ്ടാവും, ലൈറ്റ് ഉണ്ടാവും, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. അതാണ് കംപ്ലീറ്റ് കമ്പോസ്റ്റൻ. ഇതിൽ നിന്നുണ്ടാകുന്ന സാധനങ്ങളൊന്നും നമ്മളെ ഉപദ്രവിക്കുന്നതല്ല. അതുകൊണ്ട് കംപ്ലീറ്റ് കമ്പോസ്റ്റൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ല. അത് അറ്റ്മോസ്ഫിയർ ഫ്രണ്ട്ലിയാണ്, ഇക്കോ ഫ്രണ്ട്ലിയാണ്. ഓക്കെ. കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടമാനം എയറിലുണ്ടാകുന്നത് മോശമാണ്. എന്നാലും ഒരു പരിധിയോളം അത് നമ്മളെ ഉപദ്രവിക്കുന്നില്ല. അതുകൊണ്ട് ഇക്കോ ഫ്രണ്ട്ലി ആണത്. എന്നാൽ ഇൻകംപ്ലീറ്റ് കമ്പോസ്റ്റൻ ഈസ് കമ്പോസ്റ്റൻ without having sufficient amount of oxygen. The combustion without having sufficient amount of oxygen is called as incomplete combustion. ആവശ്യത്തിന് ഓക്സിജൻ കിട്ടാതെ നടക്കുന്ന കമ്പോസ്റ്റനാണ് ഇൻകംപ്ലീറ്റ് കമ്പോസ്റ്റൻ. അങ്ങനെ കമ്പോസ്റ്റൻ നടന്നാൽ കത്താത്ത അടുപ്പിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. കത്താത്ത അടുപ്പിൽ നിന്ന് എന്താ പുറത്തു വരിക? പുക പുറത്തു വരും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടും. പുക കൊണ്ടല്ല ശ്വാസം മുട്ടുന്നത്. നമുക്ക് തോന്നും പുക കൊണ്ടാണ് നമുക്ക് ശ്വാസം മുട്ടിയതെന്ന്. പുക കൊണ്ടല്ല. കാർബൺ മോണോക്സൈഡ് അതിൽ നിന്ന് വരും. അത് നമ്മൾ ശ്വസിക്കാൻ തുടങ്ങും. അതാണ് നമ്മളെ ശ്വാസം മുട്ടിന് പ്രേരിപ്പിക്കുന്നത്. കാർബൺ മോണോക്സൈഡ് നമുക്ക് വേണ്ട. ഒരു സെമി പോയിസണസ് ആണ് അത്. അപ്പം അത് അകത്തേക്ക് കയറുന്നത് നമ്മുടെ ശരീരത്തിന് ഇഷ്ടമല്ലാത്തത് കൊണ്ട് അതിനെ റിജക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അതാണ് നമ്മുടെ ശ്വാസം മുട്ടലിന് കാരണം. Incomplete combustion or partial combustion means combustion of an object or fuel without having sufficient amount of oxygen. The byproduct are heat ഉണ്ടാകും, ലൈറ്റ് ഉണ്ടാകും. ഓക്കെ. എന്നാൽ കൂടെ സ്മോക്ക് ഉണ്ടാകും, സൂട്ട് ഉണ്ടാകും, കരി ഉണ്ടാകും, പുകയുണ്ടാവും, കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും. ദാറ്റ് ഈസ് സെമി പോയിസണസ് ഗ്യാസ്. സെമി പോയിസണസ് ഗ്യാസ് ആയ കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും. എ വെരി വെരി ലോ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. ഇതാണ് ഈ രണ്ട് കമ്പോസ്റ്റനും തമ്മിലുള്ള വ്യത്യാസം. ഇൻകംപ്ലീറ്റ് കമ്പോസ്റ്റൻ ഓർ പാർഷ്യൽ കമ്പോസ്റ്റന്റെ പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന കാർബൺ മോണോക്സൈഡ് വളരെ മോശമാണ്, പോയിസണസ് ആണ്. അതുകൊണ്ടാണ് വളരെ വലിയ തോതിലുള്ള ഇൻകംപ്ലീറ്റ് കമ്പോസ്റ്റൻ എയറിനെ നശിപ്പിക്കുന്നതും. ഇപ്പം നമുക്കറിയാലോ, ഡൽഹിയിലൊക്കെ ഇപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് വെള്ളത്തിന് പണം എന്ന് പറഞ്ഞാൽ അത്ഭുതമായിരുന്നു. ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. പണം കൊടുത്ത് വെള്ളം വാങ്ങുക, അങ്ങനെ ഒരു കാലം ഉണ്ടാവില്ല എന്നാണ് വിശ്വസിച്ചിരുന്നത്. ഇപ്പം എയറിന് പൈസ കൊടുക്കണം. ഡൽഹിയിൽ ഒരു ദിവസം ഒരാൾ ടേക്ക് ചെയ്യുന്ന എയർ എത്രയാണെന്ന് തീരുമാനിച്ച് അതിന് പൈസ കൊടുത്തെങ്കിൽ മാത്രമേ ആ എയർ ടേക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ പൈസ ഇല്ലാത്തവന് ശ്വാസം എടുക്കാൻ പറ്റില്ല. ഡൽഹിക്ക് പുറത്ത് കൊണ്ടുവരും. ഓക്കെ. അപ്പോൾ എയർ പൊല്യൂഷൻ നടന്നാൽ നമുക്ക് ആവശ്യത്തിനുള്ള പ്യൂരിഫൈഡ് ആയിട്ടുള്ള എയർ കിട്ടില്ല. പ്യൂരിഫൈഡ് എയർ കിട്ടാതെ വന്നാൽ അവിടെ ജീവൻ നശിക്കും. ഓക്കെ. അതിനെക്കുറിച്ചൊക്കെ പത്രത്തിൽ നിങ്ങൾ വായിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഇൻകംപ്ലീറ്റ് കമ്പോസ്റ്റോ പാർഷ്യൽ കമ്പോസ്റ്റനുമായി ബന്ധപ്പെട്ട പ്രശ്നമാണത്. ഇന്നത്തെ ക്ലാസ് ഇത്രയും കാര്യങ്ങളാണുള്ളത്. പാർഷ്യൽ കമ്പോസ്റ്റൻ്റെ നോട്ട് ഇന്നത്തെ നിങ്ങൾക്ക് കിട്ടുന്ന നോട്ടിലില്ല. കംപ്ലീറ്റ് കമ്പോസ്റ്റന് വരെ നോട്ടുള്ളൂ. നാളത്തെ നോട്ടിൽ അത് ആഡ് ചെയ്ത് വരും. ഇന്നത്തെ നോട്ട് ഇന്ന് തന്നെ എഴുതണം. വളരെ ചെറിയ കാര്യങ്ങളെ ഓരോ ദിവസവും നിങ്ങൾ പഠിക്കുന്നുള്ളൂ. അത് അന്നു തന്നെ പഠിക്കാനും
കഴിഞ്ഞ ദിവസത്തെ നോട്ട് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വായിക്കാനും ഓർക്കണം. അടുത്ത പരീക്ഷയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് 30 മാർക്കിൻ്റെ ചോദ്യം ഉണ്ടാവും, ഇംഗ്ലീഷിൻ്റെ ചോദ്യം കൂടി ഉണ്ടാവും. ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും പഠിക്കുക. ഓക്കെ, താങ്ക് യു.